വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. നമുക്ക് ആഴ്സണൽ വേഴ്സസ് ബ്രെൻഫോർഡ് മാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൾമോൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആഴ്സണൽ വേഴ്സസ് ബ്രെൻഫോർഡ് മാച്ചിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ആഴ്സണൽ വേഴ്സസ് ബ്രെൻഫോർഡ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ ആഴ്സണൽ വാസ് വെരി പൂർ. ഭയങ്കര മോശം കളിയായിരുന്നു ആഴ്സണൽ. ബ്രെൻഫോർഡ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. എംബിയുമാണ് ഗോൾ അടിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുന്ന സമയത്ത് ഡംസ്ഗാർഡ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഡംസ്ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ത്രൂ സീസണായി മാറി. ആളെ ശരിക്കും ബ്രെൻഫോർഡ് ഒരു 50 മില്യണൊക്കെയാണ് കൊണ്ടുവരുന്നത് ടീമിലേക്ക്. ആ 2021 യൂറോയിലെ പെർഫോമൻസ് കണ്ടിട്ട് 2021 യൂറോയിൽ ഡെൻമാർക്കിൻ്റെ മിഡ്ഫീൽഡിൽ തകർത്ത് കളിച്ചൊരു പ്ലെയറാണ് ശരിക്കും ഡംസ്ഗാർഡ്. അത് നമുക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ആ ഒരു പെർഫോമൻസ് കണ്ട് അവർ കൊണ്ടുവന്നു. ഈ ഒരു സീസൺ വരെയുള്ള സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒരു അസിസ്റ്റ് മാത്രമാണ് ഡംസ്ഗാർഡ് നൽകിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സീസണിലേക്ക് നോക്കുമ്പോൾ ഈ സീസണിൽ ഇപ്പോൾ 10-16 മാച്ച് കളിച്ചു. എനിക്ക് തോന്നുന്നു 2 ഗോളും 6 അസിസ്റ്റും അങ്ങനെ എന്താ എക്സാക്ട് നമ്പേഴ്സ് ഓർമ്മയില്ല. എനിവേ ഗ്രേറ്റ് നമ്പേഴ്സ് ഉണ്ട് അവിടെ അദ്ദേഹത്തിന്. അദ്ദേഹം ടീമിന് വേണ്ടി ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി ഫോർ ഹിം. ഡംസ്ഗാർഡ് എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്ന പ്ലെയറാണ്. പിന്നെ അദ്ദേഹം ബ്രെൻഫോർഡിലേക്ക് എത്തിയ ആ ഫസ്റ്റ് സീസണിൽ ടോട്ടലി ഡിപ്പായ സമയത്ത് ഞാനും ആളുടെ മേലെ ശ്രദ്ധ വിട്ടു. പക്ഷേ ഈ ഒരു സീസണിൽ ആൾ നല്ലൊരു കംബാക്ക് നടത്തിയിട്ടുണ്ട്. ആളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഡംസ്ഗാർഡാണ് ഫസ്റ്റ് ഗോളിന് അവിടെ അസിസ്റ്റ് കൊടുക്കുന്നത്. എംബ്യൂമോക്ക് ഡംസ്ഗാർഡിൻ്റെ നല്ല ബോള്. ആ ബോള് ലൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഒഡേഗാർഡ് അവിടെ ആഴ്സണലിൻ്റെ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ ലൂസ് ചെയ്യുക ചെയ്തത്. അത് ഡംസ്ഗാർഡ് പിടിച്ചിട്ടാണ് അവിടെ അസിസ്റ്റ് കൊടുക്കുന്നത്. എംബ്യൂമോ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അത് റയന കടന്ന് പോസ്റ്റിലേക്ക് കയറി കലാഫിയോറിൻ്റെ സൈഡിൽ നിന്നാണ് ആ ഒരു ഗോളൊക്കെ വരുന്നത്. അതായത് ആ ആഴ്സണലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആ ഗോള് ശരിക്കും പറഞ്ഞാൽ ആഴ്സണൽ വഴങ്ങുന്നത്. സോ അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നോക്കുവാണെങ്കിൽ ശരിക്കും ഇവരുടെ ഹോം ഫോം ഗുഡാണ്. ബ്രെൻഫോർഡിൻ്റെ ഹോം ഫോം അടിപൊളിയാണ്. ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു ഹോമിൽ അവരൊരു തോൽവി എങ്ങാനും വഴങ്ങിയിട്ടുള്ളൂ. സോ ടോട്ടലി ആഴ്സണലിൽ ഡിഫിക്കൽട്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി. ആഴ്സണൽ ഒരു ഗോൾ അടിപൊളിയായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആ ഗോൾ തിരിച്ചടിക്കുന്നത് ഗബ്രിയേൽ ജീസസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെറീനോ ഒരു പ്രസ് ചെയ്തിട്ടാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രെൻഫോർഡിൻ്റെ ഡിഫൻസിനെ അൺസ്റ്റേബിൾ ആക്കുന്നത്. പിന്നെ തോമസ് പാർട്ടി ഒരു ഷോട്ട് അടിച്ചു. ആ ഷോട്ട് ഫ്ലെക്കൻ സേവ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു റീബൗണ്ടാണ് ശരിക്കും ജീസസ് അടിച്ച് ഗോളാക്കി മാറ്റുന്നത്. എനിവേ അവർക്ക് ആ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആഴ്സണൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. അതായത് ക്ലിയർലി ബ്രെൻഫോർഡാണ് ബെറ്റർ ടീമെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. കാരണം ന്വാനേരിൻ്റെ പെർഫോമൻസും തോമസ് പാർട്ടീൻ്റെ പെർഫോമൻസും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ടോട്ടലി ഭയങ്കര ഷെയ്ക്കിയായിരുന്നു ആഴ്സണൽ. കലാഫിയോറി ആണെങ്കിലും ഒഡീഗാർഡ് ആണെങ്കിലും ഗബ്രിയേൽ മാർട്ടിനെല്ലി ആണെങ്കിലും ടോട്ടലി ഭയങ്കര ഷെയ്ക്കിയായിരുന്നു. പിന്നെ ജീസസ് ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചു. ജീസസിനെ എടുത്ത് പറയണം. ആൾ ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവസാനത്തെ 4 മാച്ചിൽ നിന്ന് 6 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ജീസസിനെയും ന്വാനേരിനെയും തോമസ് പാർട്ടിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര മോശമായിരുന്നു ആഴ്സണൽ. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും ആശങ്കകളുണ്ട്. ഇവരെങ്ങനെ സ്റ്റെപ്പപ്പ് ചെയ്ത് കളിക്കും, എസ്പെഷ്യലി മാർട്ടിനെല്ലിയൊക്കെ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പം അവർ സ്റ്റെപ്പപ്പ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം. പ്രോപ്പറായിട്ട് സ്റ്റെപ്പപ്പ് ചെയ്ത് കളിച്ചു. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഡെലിവർ ചെയ്തു. അത് മൈക്കൽ മെറീനോ ആണെങ്കിലും ഗബ്രിയേൽ മാർട്ടിനെല്ലി ആണെങ്കിലും മാർട്ടിൻ ഒഡേഗാർഡ് ആണെങ്കിലും എല്ലാവരും പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്തു എന്നുള്ളതാണ്. ജൂറിയൻ ടിംബർ ആണെങ്കിലും എല്ലാവരും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് സ്റ്റെപ്പപ്പ് ചെയ്തിട്ട് വേണ്ട രീതിക്ക് പെർഫോം ചെയ്തു. സോ അത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അവർ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ കളി അവരുടെ കയ്യിലായിരുന്നു. അവർക്ക് 3-1 ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം സ്വന്തമാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ന്വാനേരിൻ്റെ കോർണറിൽ നിന്ന് ഉണ്ടായ ഇൻസിഡൻ്റ് നിന്നാണ് അവിടെ മിക്കൽ മെറീനോൻ്റെ ആ ഒരു ഗോൾ വരുന്നത്. അറിയാലോ, സെറ്റ് പീസിൽ ഓപ്പണൻസിനെ അൺകംഫർട്ടബിൾ ആക്കിയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ ആഴ്സണലിനെ കഴിഞ്ഞിട്ട് നിലവിൽ വേൾഡിലൊരു ടീമുള്ളൂ. പിന്നെ മറ്റൊരു ഗോൾ വരുന്നത് നമ്മുടെ ഗബ്രിയേൽ മാർട്ടിനെല്ലിൻ്റെ അടുത്താണ്. മാർട്ടിനെല്ലി ഒരു അടിപൊളി ഷോട്ടാണ് അവിടെ അടിക്കുന്നത്. കിടിലൻ ഷോട്ടായിരുന്നു, അടിപൊളി സ്ട്രൈക്കായിരുന്നു അത്. സോ മാർട്ടിനെല്ലി ഗോൾ സ്കോർ ചെയ്തു. അദ്ദേഹം ഫോം തിരിച്ചു പിടിക്കുന്ന
ഒരു ലെവലിലേക്ക് എത്തട്ടെ. ആൾ സെക്കൻഡ് ഹാഫിൽ ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ട്. ആളാ ഫോം തിരിച്ചു പിടിക്കട്ടെ. അത് ആഴ്സണലിന് ഭയങ്കര ഒരു അസറ്റായിട്ട് മാറും. അറിയാലോ, ആഴ്സണലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, റൈറ്റ് സൈഡിൽ പ്രശ്നങ്ങളുണ്ട്. സാക്ക ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ സൊല്യൂഷൻ അവിടെ എത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. സോ അവിടെ ഈ ഗബ്രിയേൽ മാർട്ടിനെല്ലി എങ്ങനെയും ഫോമിലേക്ക് എത്തുക എന്നുള്ളത് ആഴ്സണലിന് അത്യാവശ്യമാണ്. മാർട്ടിനെല്ലി ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ടോട്ടൽ ഉണരും. ആൻഡ് അത് വല്ലാത്തൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കും ഒരു പ്രോപ്പർ ഫോമിലേക്ക്. മാർട്ടിനെല്ലിൻ്റെ പൊട്ടൻഷ്യലി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്സണലിൽ ഇനിയും ഒരുപാട് ഗോളുകളും സംഗതികളൊക്കെ വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇദ്ദേഹം ഇങ്ങനെ അണ്ടർ പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് ആ ലെഫ്റ്റ് സൈഡ് ചത്തു പോകുന്നത്. മാർട്ടിനെല്ലി സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുന്നു. പ്ലസ് ട്രൊസാഡ് അവിടേക്ക് ഒരു 70 മിനിറ്റിന് ശേഷമോ 80 മിനിറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഒരു 60 മിനിറ്റിന് ശേഷമൊക്കെ വന്നിട്ട് ട്രൊസാഡിൻ്റെ രീതിക്കുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബൂസ്റ്റ് ആയിരിക്കും. എസ്പെഷ്യലി അവർക്ക് ടൈറ്റിലൊക്കെ ചാലഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഈ മാർട്ടിനെല്ലി എന്ന് പറയുന്ന മനുഷ്യൻ സ്റ്റെപ്പപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും സ്റ്റെപ്പപ്പ് ചെയ്യണം. ഓക്കെ, അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ അടുത്ത് മോർ ഔട്ട്പുട്ട് വരണം. പിന്നെ മിക്കേൽ മെറീനോ ആണെങ്കിലും എല്ലാവരും സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് കളിക്കുന്നു. തോമസ് പാർട്ടി മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് എന്നൊക്കെ പറയാമല്ലോ, അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട് ആൾ മിഡ്ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫൻസീവ് സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തോമസ് പാർട്ടി ഈ ടീമിന് കൊടുക്കുന്ന സ്ട്രെങ്ത്ത് വേറെ ലെവലാണ്. അടിപൊളി പെർഫോമൻസ് ആണ് മൂപ്പര് ഇന്നും ഗ്രൗണ്ടിൽ ഡെലിവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓഡേഗാർഡിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ആൾ ഇനിയും സ്റ്റെപ്പപ്പ് ചെയ്യണം. ഫസ്റ്റ് ഹാഫിലപ്പോൾ ആ സ്റ്റിങ്കറൊന്നും ഒഡേഗാർഡിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നോക്കുവാണെങ്കിൽ ഈ ടീമിലൊരു സീനിയർ പ്ലെയറാണ്. ആളെപ്പോഴും സ്റ്റെപ്പപ്പ് ചെയ്ത് ടോപ്പിൽ നിൽക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലെയറാണ് മാർട്ടിൻ ഒഡേഗാർഡ്. ഓക്കെ, എനിവേ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ട്. കൂടുതൽ ഔട്ട്പുട്ട് ആഴ്സണലിൽ മൂപ്പരടുത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ തോമസ് പാർട്ടി ഒരു മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് എന്നൊക്കെ പറയാം. പിന്നെ ആഴ്സണൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗോളിന് ശേഷം. സോ ഡിഫെൻസീവ് സൈഡ് പിന്നീട് ഓക്കെ ആയിരുന്നു. ആഴ്സണൽ XG 1.69 ഉണ്ട്. അതേസമയം ബ്രെൻറ്റ്ഫോർഡിന് 0.49 ഉള്ളൂ. സോ സ്റ്റാറ്റ് സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്തും ആഴ്സണലാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി റൈറ്റ് സൈഡിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ? ന്യൂനേരി എന്ന് പറയുന്ന ഒരു 17 വയസ്സുകാരൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ആഴ്സണലിന് വേണ്ടിയിട്ട്. ന്യൂനേരി നമുക്കറിയാം, നമ്മൾ മുമ്പും ആൾ സബ്ബായിട്ടൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. ആൾ ശരിക്കും ഒരു മിഡ്ഫീൽഡറാണ്, റൈറ്റ് സൈഡ് മിഡ്ഫീൽഡറാണ്. പക്ഷേ റൈറ്റ് വിങ്ങിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. 17 വയസ്സാണ് പ്രായം. 17-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് സ്റ്റാർട്ടാണ്. ആദ്യമായിട്ടാണ് ആ പയ്യൻ പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഹി ഡെലിവേർഡ് എ മാസ്റ്റർ ക്ലാസ്. അടിപൊളി പെർഫോമൻസ് ആണ് ആ ഒരു സൈഡിൽ ചെങ്ങായി തന്നിട്ടുള്ളതെന്നാണ്. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരിക്കും ആഴ്സണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. സാക്ക പോയിട്ട് അന്തം കുന്തല്ലാതിരിക്കുന്ന സമയത്ത് ആർട്ടറ്റ ആ ചങ്ങായിനെ കൊണ്ടുവരുന്നു. മൂപ്പര് ഒരു അടിപൊളി പെർഫോമൻസ് തരുന്നു. ശരിക്കും പറഞ്ഞാൽ ആൾ മിഡ്ഫീൽഡറായിട്ട് അവിടെ കളിച്ചിട്ടുണ്ടെങ്കിലും റൈറ്റ് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് വൃത്തിക്കാണെന്ന് ന്യൂനേരിയ കളിച്ചത്. അടിപൊളിയായിട്ടാണ് കളിച്ചത്. ആൾ ടോട്ടലി ആ റൈറ്റ് സൈഡിനെ പക്കായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. പ്രസ്സിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടലി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ കൗണ്ടേഴ്സൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. സോ ആൾ നിരന്തരം നല്ല രീതിക്ക് ക്രോസസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ക്രോസസ്സൊക്കെ ഇനിയും ഇമ്പ്രൂവ് ആവണം. അറിയാലോ, 17 വയസ്സുള്ള പയ്യനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. 17 വയസ്സുകാരൻ പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് സ്റ്റാർട്ടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസാണെന്ന് ന്യൂനേരി ഡെലിവർ ചെയ്തിട്ടുള്ളത്. അത് ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു പ്ലെയറെ വീണ് കിട്ടുക എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം. ന്യൂനേരി അടിപൊളിയാണ്. പേഴ്സണലി എനിക്ക് ആ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ആൾ റൈറ്റ് സൈഡിൽ ക്ലിക്കാവില്ല എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു പേഴ്സണലി. പക്ഷേ അടിപൊളിയായിട്ട് ആൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ശരിക്കുള്ളൊരു സ്റ്റാൻഡേർഡ് പെർഫോമർ, അല്ലെങ്കിൽ ഞാൻ മാൻ ഓഫ് ദ മാച്ച് ആണെങ്കിൽ ആ ചങ്ങായി കൊടുക്കും. കാരണം നമുക്കറിയാം തോമസ് പാർട്ടി ഇങ്ങനെയൊക്കെ ഡെലിവർ ചെയ്യുന്നു നമുക്കറിയാം. പക്ഷേ ന്യൂനേരി എന്ന് പറയുന്ന 17 വയസ്സുകാരൻ അവിടെ കാണിച്ച മെച്യൂരിറ്റിക്ക്, അവിടെ കാണിച്ച ആ ബോൾ ക്യാരിങ്ങിന്, മൂപ്പര് ആ പ്ലെയേഴ്സിനെ, അതായത് ബ്രെൻറ്റ്ഫോർഡിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ പ്ലെയേഴ്സിനെ വിറപ്പിച്ചതിന് മൂപ്പർക്ക് ഞാൻ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കും. ഓക്കെ, സോ ന്യൂനേരിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഇന്നത്തെ മാച്ചിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്കെല്ലി ഒക്കെ ഉണ്ട് അവർക്ക്. സ്കെല്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നല്ലോ, വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോ സ്കെല്ലി
എപ്പോഴും നന്നായിട്ട് ഡെലിവർ ചെയ്യുന്ന പ്ലെയറാണ്. സ്കെല്ലി എന്ന് പറയുമ്പോൾ കുറേ കൂടി ഫിസിക്കലി സ്ട്രോങ് ആണ് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന സ്കെല്ലി. നൊനേരി പിന്നെ ഫിസിക്കലി അത്ര സ്ട്രോങ് ഒന്നുമില്ല. നൊനേരി കുറച്ച് ഫിസിക്കലി കൂടെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ലോങ് ടേമിൽ അവന്മാർക്ക് നല്ലൊരു അസറ്റായിരിക്കും നൊനേരി, നോ ഡൗട്ട്. ഓക്കെ, സ്കെല്ലി എന്ന് പറയുന്ന പ്ലെയറെ നമുക്കറിയാം, മൂപ്പരും അടിപൊളിയായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ രണ്ട് സൂപ്പർ യങ്സ്റ്റേഴ്സിനെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാളും അപാര പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്. സ്കെല്ലി അടിപൊളിയാണ്. ആൻഡ് റൈറ്റ് സൈഡിൽ മിഡിലിട്ടാൽ ഇപ്പോൾ നൊനേരി കളിക്കുന്ന അറിയാം, പക്ഷേ റൈറ്റിലിട്ടപ്പോൾ ഇത്ര പ്രഷർ ഫ്രീ ആയിട്ട് മൂപ്പര് ഒരു 6-7 മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ ഇമാതിരി കൂളായിട്ട് കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സോ അടിപൊളി പെർഫോമൻസാണ് നൊനേരിൻ്റെ സൈഡിൽ നിന്ന് കണ്ടുള്ളത്. ഓക്കെ, ഒരു നല്ലൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്ലെയറിന് നല്ല പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്രതീക്ഷിതമായിട്ട് അത്രയും നല്ലൊരു പെർഫോമൻസ് കണ്ടുകൊണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ആഴ്സണൽ 3-1 വിജയിച്ചു. ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു 3 പോയിൻറ്റ്. അവർക്ക് ജസ്റ്റ് ലിവർപൂളിനായിട്ടുള്ള പോയിൻ്റ് ഗ്യാപ്പ് ഇങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അവർ ട്രോഫിയിലേക്ക് എത്തുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനും നൈസായിട്ട് പ്രതീക്ഷ വിട്ട് തുടങ്ങി, ഫാൻസും പ്രതീക്ഷ വിട്ട് തുടങ്ങി. ആഴ്സണൽ കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തുകയാണ്. എനിവേ ആഴ്സണൽ എന്തെങ്കിലും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തേക്ക് എത്തണമല്ലോ. സോ പോയിൻ്റ് ഇവിടെ ഒന്നും ആഴ്സണൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളത് ക്ലിയർ ഫേവറേറ്റ്സ് ഇപ്പോഴും ലിവർപൂൾ തന്നെയാണ്, സംശയമില്ല. ആൻഡ് ആഴ്സണൽ ആ റേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു റേസ് കാണാമല്ലോ, ന്യൂട്രൽ ഫാൻ എന്നുള്ള നിലക്ക്. അതാണ് ആഴ്സണലും ചെൽസിയൊക്കെ റേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു റേസ് കാണാം. ഓക്കെ, സോ അത്രയാണ് ഇപ്പോൾ ആഴ്സണലിൻ്റെ മാച്ചിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ളത്. അവർ സേഫായിട്ട് ജയിച്ച് കയറി. സെക്കൻഡ് ഹാഫ് ഭയങ്കര കംഫർട്ടബിളായിരുന്നു. കുറേയൊക്കെ ഇവന്മാർ പൊസിഷൻ ഹോൾഡ് ചെയ്തെങ്കിലും, ബ്രെൻഫോർഡ് പൊസിഷൻ ഹോൾഡ് ചെയ്തെങ്കിലും അവർക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ആഴ്സണൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കണ്ടുണ്ടായിരുന്നത്. ആൻഡ് വൺസ് അഗൈൻ നൊനേരി ഒരു രക്ഷയില്ല മാൻ. ഓക്കെ, ഇനി നമുക്ക് ഡാനി ഓൾമോൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഡാനി ഓൾമോൻ്റെ കാര്യം ഇപ്പം നമുക്ക് നിലവിൽ കിട്ടുന്ന കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലിഗ മൂപ്പരെ ഡീരജിസ്റ്റർ ചെയ്തു. അതായത് രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. നമുക്കറിയാലോ, ആളെ സൈൻ ചെയ്തു, രജിസ്റ്റർ ചെയ്യാനുള്ള വകുപ്പില്ലായിരുന്നു. ക്രിസ്ത്യൻസിന് ഇഞ്ചുറി പറ്റിയ ഗ്യാപ്പിലാണ് നമ്മൾ ആളെ രജിസ്റ്റർ ചെയ്യുന്നത്. ക്രിസ്ത്യൻസൻ തിരിച്ചു വരുവാണ്. നമുക്ക് ഡിസംബറിൽ ആളെ റീരജിസ്റ്റർ ചെയ്യണം, ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യണം ലീഗിൻ്റെ സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ട്. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ, ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മളുടെ ഒരു ബിഗ് മണി സൈനിങ് ആണ് ഡാനി ഓൾമോ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഡാനി ഓൾമോനല്ല കുറ്റം പറയുന്നത്. ഞാൻ പറഞ്ഞുള്ളത് ഡാനി ഓൾമോനെ സൈൻ ചെയ്യാനുള്ള നമ്മളുടെ ഒരു ഡിസിഷനെയാണ്. ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു ബിഗ് മണി, ഒരു ലക്ഷറി സൈനിങ് ഡാനി ഓൾമോനെ നടത്തേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഭയങ്കരമായിട്ട് വേജ് വാങ്ങുന്ന ആരെങ്കിലും ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പൊസിഷനിലേക്ക് ആരെങ്കിലും സൈൻ ചെയ്യണമായിരുന്നു. ഓക്കെ, ഡാനി ഓൾമോൻ്റെ ക്വാളിറ്റിനെ കുറിച്ചൊന്നും ആർക്കും ഒരു സംശയമില്ല. ടോപ്പ് ക്വാളിറ്റി, ടോപ്പ് ക്ലാസ് പ്ലെയറാണ്. ഇഞ്ചുറി പ്രോൺ ആണെന്നുള്ളത് ആളുടെ ഒരു പ്രശ്നമാണ്. മൂപ്പരെ നമ്മൾ ഒരു 60 മില്യൺ യൂറോസിന് കൊണ്ടുവന്നു. ആൻഡ് നമുക്ക് ആളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ലീഗിലെ സെക്കൻഡ് ഹാഫിന്. ഇത് ഭയങ്കര നാണക്കേടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും വലിയൊരു എമൗണ്ടിന് ഒരു പ്ലെയറെ കൊണ്ടുവരുന്ന സമയത്ത് ആളെ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആളുടെ സൈനിങ് നമുക്ക് അനാവശ്യമായിരുന്നു സത്യം പറഞ്ഞില്ല. ഞാൻ വീണ്ടും പറയുവാണ്, ആളെ ക്വാളിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ നമ്മളുടെ ടീമിലേക്ക് അത്രയും ലക്ഷറി ആയിട്ടുള്ള സൈനിങ് ആയിട്ട് നമ്മൾ ഡാനി ഓൾമോനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാം. ക്യാൻഡതാണ്. ഓക്കെ, വിയോജിപ്പുണ്ടാവും എന്നറിയാം ബാഴ്സ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ. എനിവേ എനിക്ക് പറയാനുള്ള കാര്യം ക്ലിയറായി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അറിയാം, ഡിസംബർ 31 ആളെ നമുക്ക് റീരജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ബാഴ്സൻ്റെ ഈ VIP ബോക്സ് ഉണ്ടല്ലോ, ഈ VIP ബോക്സ് സെല്ല് ചെയ്യണം, അതിൻ്റെ റൈറ്റ്സ് സെല്ല് ചെയ്യണം. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് റൈറ്റ്സ് എന്നറിയില്ല. എനിവേ അത് സെല്ല് ചെയ്യണം എന്നുള്ള തോട്ട്സ് ഓൾറെഡി ക്ലബിലുണ്ട്. ഈ ഒരു കൈൻഡ് ഓഫ് തോട്ട് ക്ലബിലുണ്ട്. അത് 200 മില്യൺ മിഡിൽ ഈസ്റ്റ് എന്നുള്ള 2 ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നതാണ്. 200 മില്യൺ 2 ഇൻവെസ്റ്റേഴ്സിനായിട്ട് ആ റൈറ്റ്സ് സെല്ല് ചെയ്യും, അങ്ങനെ എന്തൊക്കെയാണ് ന്യൂസ് ഉണ്ടായിരുന്നത്. സോ അത് സെല്ല് ചെയ്യണം എന്നുള്ള തോട്ട് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളുടെ നൈക്കിൻ്റെ ഡീലിൻ്റെ കാര്യമൊക്കെ അറിയാലോ, അത് വെച്ചിട്ട് നമുക്ക് ഡാനി ഓൾമോനെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡീലാണ്, അതായത് ഈ ഒരു VIP ബോക്സ് സെല്ല് ചെയ്തിട്ട് മൂപ്പരെ കൊണ്ടുവരിക എന്നുള്ളതാണ്.
സോ എന്തുകൊണ്ട് ഇതാണ് ഫൈനൽ നമുക്കറിയാം, നമ്മൾ ഈ തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ലാലിഗേൻ്റെ അടുത്ത് അപ്രൂവൽ കിട്ടില്ല, എല്ലാവരും നമ്മളെ ഓടിച്ചു വിടും. അറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷനായിട്ട്, ഒന്നാമത് ടെബാസിൻ്റെ ലാലിഗാണ്, നമ്മൾ എന്തെങ്കിലും സൊല്യൂഷനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെയൊന്നും അപ്രൂവൽ കിട്ടില്ല എന്ന് നമുക്കറിയാം. നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനായിട്ട് ചെല്ലേണ്ടതായിട്ടുണ്ട്. ആ രീതിക്കുള്ള ആക്ഷൻസ് ലപ്പോർട്ട ആണെങ്കിലും ഡെക്കോ ആണെങ്കിലും എടുക്കണം. അവർ എന്താ ചെയ്തത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിഡിൽ ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻ, അതായത് ഈ VIP ബോക്സ് സെല്ല് ചെയ്യേണ്ട ആ ഒരു ഡീൽ, ആ ഒരു ഡിസ്കഷൻ അവർ മറ്റേ ഡിസംബർ 28 29 എങ്ങാനും നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പിടിച്ച് ലാഗാക്കിയത്? സെല്ല് ചെയ്യണമായിരുന്നെങ്കിൽ ആദ്യം ക്ലബ്ബ് പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു 200 മില്യൺ യൂറോസിൻ്റെ ഡീലിന് സെല്ല് ചെയ്യണമായിരുന്നു. ഇത് ലാഗാക്കിയതുകൊണ്ട് 2 പ്രശ്നം പറ്റി. ഒന്ന്, 100 മില്യൺ പകുതി പൈസയൊക്കെ നമുക്ക് സെല്ല് ചെയ്യേണ്ടി വന്നു. അത് ക്ലിയർ അല്ലേ? അത് സെല്ല് ചെയ്യണം എന്നുള്ള തോട്ട് ഉണ്ടായിരുന്നെങ്കിൽ, അത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു തരാം, സെല്ല് ചെയ്യണം. ഒരിക്കലും ഈ പകുതി പൈസക്ക് തിരക്ക് പിടിച്ചിട്ട് ഡാനി ഓൾമോനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യരുത്. പക്ഷേ 100 മില്യൺ നമ്മൾ ചെയ്തു, ആൻഡ് ഫൈനലി ഡാനി ഓൾമോനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും വേണ്ടി പറ്റില്ല. സോ അത് ഭയങ്കര നാണക്കേടാണ്. ശരിക്കും ഡാനി ഓൾമോ ഇപ്പോഴും ക്ലബിനോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൾ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്, ആൾ ബാഴ്സൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, ആൾ കമ്മിറ്റഡായി നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ആളോട് സോറി പറയേണ്ടത് ഇങ്ങനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്. കാരണം ഒരു പ്ലെയർ വന്ന്, ആ പ്ലെയർക്ക് ഇനി ലാലിഗ കളിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ പൗ വിക്ടറിനും കളിക്കാൻ കഴിയില്ല. ഈ പ്ലെയേഴ്സിന് ലാലിഗ കളിക്കാൻ കഴിയില്ല. പൗ വിക്ടർ അവിടെ നിൽക്കട്ടെ, നമ്മളൊരു ബിഗ് മണി സൈനിങ് ആണ് ഡാനി ഓൾമോ. ഈ പ്ലെയർക്ക് ലാലിഗ കളിക്കാൻ വേണ്ടി പറ്റില്ല. സോ പീക്ക് മിസ്മാനേജ്മെൻറ്റ് എന്നേ ഞാൻ പറയുള്ളൂ, പീക്ക് മിസ്മാനേജ്മെൻറ്റ്. ഈ ഒരു പ്ലെയറെ ശരിക്കും പറഞ്ഞത് ഒക്ടോബറിലെങ്ങാനും ആളെ രജിസ്റ്റർ ചെയ്യുന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പാളിപ്പോയി. ആൻഡ് ഈ രജിസ്ട്രേഷനൊക്കെ എത്രയും നേരത്തെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ക്ലബിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഒരു പ്ലെയറുടെ രജിസ്ട്രേഷൻ അവസാനം വരെ വലിപ്പിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. വലിപ്പിച്ചുകൊണ്ട് 2 പ്രശ്നം പറ്റി. ആളെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനേ പറ്റിയില്ല. വെറും പകുതി പൈസക്ക് ആ VIP ബോക്സ് സെല്ല് ചെയ്യേണ്ടി വന്നു. ഓക്കെ, വെറും പകുതി പൈസക്ക് VIP ബോക്സ് സെല്ല് ചെയ്യേണ്ടി വന്നു. ആദ്യം പ്ലാൻ ചെയ്ത് 200 മില്യൺ യൂറോസിൽ നിന്ന് ഇപ്പോൾ വെറും 100 മില്യണിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ലാലിഗ കൊടുത്തപ്പം ലാലിഗ ദാറ്റ്സ് നോട്ട് ഇനഫ് എന്നാണ് പറഞ്ഞത്. സോ അറിയാം, ലാലിഗൻ്റെ അടുത്ത് നമുക്ക് അപ്രൂവൽ കിട്ടണമെങ്കിൽ, ലാലിഗ നമ്മൾ അത്ര നല്ല ഇതിലൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ലപ്പോർട്ടൊക്കെ അറിയാം. ലാലിഗൻ്റെ അടുത്ത് നിന്ന് അപ്രൂവൽ കിട്ടണമെങ്കിൽ നേരത്തും കാലത്തും സംഭവം കൊണ്ടു കൊടുക്കണം. അത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സംഭവമല്ലേ, നമ്മൾ അനുഭവിക്കുന്നതല്ലേ ഇതൊക്കെ. നമ്മൾ എത്ര തവണ ഇങ്ങനെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് രജിസ്റ്റർ ചെയ്യും, നാളെ രജിസ്റ്റർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര തവണ ഇരുന്നിട്ടുണ്ട്. ഇന്ന് ചെയ്തില്ലെങ്കിൽ അത് കിട്ടൂല, ഇങ്ങനെ നമ്മൾ ബാഴ്സ ഫാൻസ് കുറേ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പഠിച്ചില്ല. അപ്പോഴൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ പല കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്തു. പല രജിസ്ട്രേഷൻസ് ആണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും നമ്മൾ ലാസ്റ്റ് ടൈമിൽ വെച്ച് പലപ്പോഴും സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും നടക്കണമെന്നില്ല. എസ്പെഷ്യലി ലാലിഗ ടെബാസിൻ്റെ സ്വഭാവം വെച്ച് അത് എപ്പോഴും നടക്കണമെന്നില്ല. ആൻഡ് അവസാന സമയത്തേക്ക് വെച്ച് വലിപ്പിച്ചതിന് നമുക്കിത് കറക്റ്റ് പണി കിട്ടി. നമുക്ക് നമ്മുടെ 60 മില്യണിൻ്റെ പ്ലെയറെ, ഈ സീസണിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറിനെ നമുക്ക് ലീഗിൻ്റെ സെക്കൻഡ് ഹാഫിൽ കളിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പറ്റുമെന്ന് പറയുന്നു, അതൊന്നും അറിയില്ല. എനിവേ ലീഗിൽ ആളെ കിട്ടാത്തത് പീക്ക് മിസ്മാനേജ്മെൻ്റ് ആണ്, നാണക്കേടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിപ്പോവും. കാരണം ഒന്ന്, തിരക്കിട്ട് നടത്തിയ അനാവശ്യമായിട്ടുള്ള ഒരു സൈനിങ്. ആൾ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട്, ആൾ നമുക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ലീഗിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. ആൾ 7 സ്റ്റാർട്ടിൽ നിന്ന് 8 സ്റ്റാർട്ടിൽ നിന്ന് 4-5 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യമാണ്. ആ ഒരു പ്ലെയർ നമുക്ക് വേണ്ടി ഡെലിവർ ചെയ്തിട്ടുണ്ട്. പ്ലെയർ ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. പ്ലെയറല്ല ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റിനെയാണ്. മാനേജ്മെൻറ്റ് ആ പ്ലെയറെ സൈൻ ചെയ്യാനെടുത്ത ഡിസിഷനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുന്ന സമയത്ത്. ഓക്കെ, സോ എല്ലാം പാളിപ്പോയി. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ആളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി മറ്റേ കാക്ക മലർന്ന് വറക്കാന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കണം, വലിയ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കണം. അല്ലാതെ നമുക്ക് ആൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിവേ ലാലിഗൻ്റെ സൈറ്റൊക്കെ നോക്കി, സൈറ്റിൽ നിന്നൊക്കെ ആളെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല. ഓക്കെ, ഭയങ്കര വികാരങ്ങളാണ്.